ഗൈസ്, നിങ്ങൾ ഈ കൗണ്ടി ക്രിക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ടം ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്കിന്ന് കൗണ്ടി കളിച്ചാലോ എന്നുള്ളത്. കൗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാകും. സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ സ്ഥലപരിമിതിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ സിക്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് സ്ഥിരമായിട്ട് ബോൾ പോകുന്ന ഒരു സാഹചര്യമാണല്ലോ, അല്ലെങ്കിൽ കളിക്കാൻ ആളില്ലാത്തൊക്കെ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇന്ന് നമുക്ക് ആ കൗണ്ടി കളിക്കാം എന്നുള്ളത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഞാൻ കളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കൗണ്ടി ക്രിക്കറ്റാണ്. നമ്മുടെ കണ്ടം ക്രിക്കറ്റിൽ പൊതുവെ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല റൂളുകളും കാണുമല്ലോ. ചിലപ്പോൾ ഇന്ന കാട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഔട്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ. അപ്പം അതിൻ്റെയൊക്കെ ഒരു വേർഷനാണ് കൗണ്ടി എന്ന് പറഞ്ഞാൽ. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ കൗണ്ടി ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഈ ഇൻ്റർനാഷണലിലും ഈ കൗണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം അന്നുള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാകുന്ന കളിയാണ് കൗണ്ടി എന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ വളരെ വൈകിയാണ് അറിഞ്ഞത് അതല്ല എന്നുള്ളത്. അപ്പം അത് ഒരുവിധമൊക്കെ ആളുകൾക്ക് ഇപ്പോൾ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതായത് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാകുന്ന കളിയെ അല്ല നമ്മൾ കൗണ്ടി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ക്രിക്കറ്റ് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിൻസ് ഇങ്ങനെയൊക്കെ തിരിക്കുന്നതിനെ കൗണ്ടി എന്നാണ് പറയുന്നത്. അവിടെ ഏതാണ്ട് 48ഓളം കൗണ്ടികളൊക്കെ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് ടൂർണമെൻറ്റിനെ പറയുന്ന ഒരു പേരായിരുന്നു കൗണ്ടി ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത്. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് ചേർന്നിട്ട് നടത്തുന്ന ഈ പറഞ്ഞ കൗണ്ടി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പക്ഷേ 18 കൗണ്ടീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 1890 ഈ പറഞ്ഞ കൗണ്ടി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. 2 ഡിവിഷനുകളിലായിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം വലിയ നീണ്ടു നിൽക്കുന്നൊരു സീസൺ, നമുക്കിപ്പോൾ ഒരു രഞ്ജി എന്നൊക്കെ നിലയിലൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു ടൂർണമെൻറ്റ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 ഡിവിഷനുകളായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഡിവിഷനിൽ ഒരു സീസൺ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമായിരിക്കും ആ വർഷത്തെ ചാമ്പ്യൻസ് ആകുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡിവിഷനിലെ അവസാനത്തെ 2 ടീമുകൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റ് ചെയ്യുകയും സെക്കൻഡ് ഡിവിഷനിലെ ആദ്യം എത്തുന്ന 2 ടീമുകൾ അടുത്ത ഒരു സീസണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ടീമിനെ ഫീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ജോ റൂട്ട്, ബെൻ സ്റ്റോക്സ്, ജെയ്മി ആൻഡർസൺ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് താരങ്ങൾ ഈ പറഞ്ഞ പോലെ കൗണ്ടി ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രൊഡക്ട്സ് ആണ്. രഞ്ജി ട്രോഫിയും ഈ കൗണ്ടി ചാമ്പ്യൻഷിപ്പും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവർസീസ് പ്ലേയേഴ്സിനെ അലൗഡ് ആണ്. സ്കോഡിൽ ഒരു സീസണിൽ 2 പ്ലേയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ മറ്റ് ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് കളിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള പല താരങ്ങളും ഈ പറഞ്ഞ കൗണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സേവാഗ്, യുവരാജ്, പൂജാര തുടങ്ങിയിട്ടുള്ള നിരവധി താരങ്ങൾ കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏകദിനത്തിലെ ഇന്ത്യയിലെ ടൂർണമെൻ്റാണ് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ വിജയ് ഹസാരെ കൗണ്ടി ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യക്ക് ഒരു ഫുൾ ടെസ്റ്റ് ടീം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ഓർക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം കൗണ്ടി ക്രിക്കറ്റിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സൈനിങ് ഓഫ്.